പരുമല തിരുമേനിയുടെ 123ാമത് ഓർമ്മ പെരുന്നാൾ ഒക്ടോബർ 26 മുതൽ നവംബർ 3 വരെ നടക്കും. ബസേലിയോസ് മർത്തോമ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവ കൊടിയേറ്റ് കർമ്മം നിർവഹിക്കും. ബിജു സാർ പറഞ്ഞതുപോലെ 2-ാം തീയതി 3-ാം തീയതിയുമായിട്ടാണ് പെരുന്നാളിൻ്റെ പ്രധാന ദിവസങ്ങൾ വരുന്നത്. പതിവിൽ കൂടുതൽ ആളുകളെ നമ്മൾ ഇതിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. നമുക്ക് നമ്മളുടെ മീറ്റിങ്ങുകളിലൊക്കെ എടുത്തൊരു തീരുമാനം കൂടുതൽ പരിസ്ഥിതി സൗഹാർദ്ദപരമായി ഈ പെരുന്നാൾ നടത്തുക എന്നുള്ളൊരു ഉദ്ദേശം അതിനുവേണ്ടി ഉള്ളൊരു കഠിന ശ്രമത്തിൽ നമ്മളാണ്. വന്നിട്ടുള്ള തീർത്ഥാടകരോടും പദയാത്രികരായി വരുന്ന സംഘങ്ങളോടൊക്കെ നമ്മൾ അറിയിച്ചിട്ടുണ്ട്. പ്ലാസ്റ്റിക് പരമാവധി ഒഴിവാക്കണം. അവർ വരുന്ന വഴികളിൽ ഈ പ്ലാസ്റ്റിക് വേസ്റ്റുകൾ അവിടെ ഇവിടെ റോഡ് സൈഡിലൊന്നും അലക്ഷ്യമായി ഇടരുതെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഈ ക്യാമ്പസിനകത്തും പ്ലാസ്റ്റിക് പോലെ അതുപോലെ ഭക്ഷ്യവസ്തുക്കൾ അലക്ഷ്യമായി ഇടാതിരിക്കാനൊക്കെയുള്ളൊരു ശ്രദ്ധ വരുന്നവരുടെ നേതൃത്വത്തിൽ തന്നെ അത് ക്രമീകരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മളും അതിന് പ്രത്യേക സംഘത്തെ ഇവിടെ അതിനുവേണ്ടി തയ്യാറാക്കുന്നുണ്ട്. ഈ വേസ്റ്റ് എല്ലാം കൃത്യമായി കളക്ട് ചെയ്യാനും അത് കൃത്യമായി ഒരിടത്ത് നിർമ്മാർജ്ജനം ചെയ്യാനുള്ള സംവിധാനങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. എല്ലാവരും ചേർന്ന് ഉള്ളൊരു പരിശ്രമം നടത്തുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാനായിട്ട് എന്തെങ്കിലും ഉണ്ടോ? അനുസരിച്ച് തന്നെ സർക്കാരിൻ്റെ പ്രത്യേക നിർദ്ദേശപ്രകാരം ബഹുമാനപ്പെട്ട പത്തനംതിട്ട ജില്ലാ കളക്ടർ അക്കാര്യത്തിൽ പ്രത്യേക താല്പര്യമെടുത്ത് ഹരിത പ്രോട്ടോക്കോൾ അനുസരിച്ച് തന്നെ ഇപ്രാവശ്യത്തെ പെരുന്നാൾ തീർത്ഥാടനം നടത്തുവാൻ തക്കവണ്ണം പ്രത്യേകമായി പരുമല സെമിനാരി പ്രത്യേകമായി ശ്രദ്ധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പ്ലാസ്റ്റിക് ക്യാരി ബാഗുകളുടെ വിപണനവും കരുതുകയും അത് പരമാവധി പ്ലാസ്റ്റിക് സാധനങ്ങളൊന്നും തന്നെ ഉപയോഗിക്കാതിരിക്കുവാൻ പരുമല പള്ളിയിൽ നിന്ന് എല്ലാ ദേവാലയങ്ങളോടും തീർത്ഥാടകരോടും പ്രത്യേകമായി ആവശ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഭക്ഷണപാനീയങ്ങൾ നൽകി പദയാത്രക്കാരെ സ്വീകരിക്കുന്നവർ തീർച്ചയായും ഈ മാലിന്യ നിർമ്മാർജ്ജനവും അതുപോലെ തന്നെ ഇതിൻ്റെ വേസ്റ്റ് വരുന്ന സാധനങ്ങളുമൊക്കെ അതാത് കൺസേൺഡ് ലോക്കൽ തദ്ദേശ പഞ്ചായത്ത് മുനിസിപ്പൽ അധികൃതരുമായി ബന്ധപ്പെട്ട് അതിൻ്റെ നിർമ്മാർജ്ജന കാര്യത്തിലും പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ഞങ്ങൾ ഇപ്രാവശ്യം പ്രത്യേകമായി എല്ലാവരോടും ആവശ്യപ്പെടുന്നുണ്ട്.